ഹലോ എവ്രി വൺ, വെൽക്കം. ദിസ് ഇസ് നിഷാദ് ആൻഡ് ഐ എം ഫ്രം ഇംഗ്ലീഷ് വാവ്. ഒരു 10 കാര്യങ്ങൾ, ഈ 10 കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ്സാണ് ഇവിടെ. നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും അത്യാവശ്യം അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നല്ല യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ ക്വിസ് കൂടി ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതിയതിന് ശേഷം ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം കേട്ടോ. സോ നമുക്ക് തുടങ്ങാം. ഉണ്ട് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഉണ്ട്. എനിക്കുണ്ട് എന്ന് പറയാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? ഐ ഹാവ്, അല്ലേ? അപ്പോൾ എപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന, എനിക്കുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരേണ്ടതാണ് ഐ ഹാവ്. ഇനി ഇതേ ആശയം തന്നെ അവൾക്കുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഷീ ഹാസ് എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ ഉണ്ട് എന്ന് പറയാൻ ഹാസും ഉപയോഗിക്കും, ഹാവും ഉപയോഗിക്കും. അത് സബ്ജക്റ്റുകൾക്കനുസരിച്ച് മാറും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ സിംഗുലർ സബ്ജക്റ്റുകൾക്ക് നമ്മൾ ഹാസും, പ്ലൂരൽ സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ എനിക്ക് കാറുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ കാർ എന്ന് പറയാം. അവൾക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറയാം, ഷീ ഹാസ് ക്ലാസ് എന്ന് പറയാം. ഷീ ഹാസ് ക്ലാസ്. അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് എന്നാണെങ്കിൽ ഷീ ഹാസ് ക്ലാസ് ടുഡേ. ഇനി അവർക്ക് പ്രോഗ്രാം ഉണ്ട്, അവർക്കൊരു പരിപാടി ഉണ്ട് എന്ന് പറയാൻ ദേ ഹാവ് എ പ്രോഗ്രാം. ദേ ഹാവ് എ പ്രോഗ്രാം. ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറയാൻ, അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? വി ഹാവ് സ്പെഷ്യൽ ക്ലാസ് ടുഡേ. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഈ ഉണ്ട് എന്നുള്ള കോൺസെപ്റ്റ് വരുന്ന സമയത്ത് ഈ ഹാസും ഹാവും ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കുക. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങളോട് ചോദിക്കാം. എനിക്കൊരു ബ്രദർ ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക? ഐ ഹാവ് എ ബ്രദർ. അവനൊരു പെങ്ങളുണ്ട് എന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുക? ഹി ഹാസ് എ സിസ്റ്റർ. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഈ ഹാസും ഹാവും നമ്മൾ മനസ്സിൽ വരട്ടെ. അത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഇനി ഇല്ല എന്ന് പറയാൻ എന്താ പറയാ? ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് അല്ലെങ്കിൽ ഷീ ഹാസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇല്ല എന്ന് പറയാനോ? ഇപ്പോൾ എനിക്കില്ല എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയാം. ഐ ഡോണ്ട് ഹാവ്. ഇപ്പോൾ എനിക്ക് ക്ലാസ് ഇല്ല എന്നാണെങ്കിൽ എങ്ങനെ പറയാ? ഐ ഡോണ്ട് ഹാവ് ക്ലാസ്. അവൾക്കില്ല എന്നാണെങ്കിൽ എങ്ങനെ പറയാ? നമ്മൾ ഷീ ഹാസ് എന്നാണ് ഉണ്ട് എന്നതിന് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ഇല്ല എന്ന് പറയുമ്പോൾ എന്താ പറയാ? ഷീ ഡസ് നോട്ട് ഹാവ്. വാട്ട്സ് ദാറ്റ്? ഷീ ഡസ് നോട്ട് ഹാവ്. അവൾക്ക് ഇന്ന് വർക്കില്ല. ഷീ ഡസ് നോട്ട് ഹാവ് വർക്ക് ടുഡേ. എനിക്കിന്ന് പ്രോഗ്രാം ഇല്ല. ഐ ഡോണ്ട് ഹാവ് പ്രോഗ്രാം ടുഡേ. എനിക്ക് നാളെ ഫംഗ്ഷൻ ഇല്ല. ഐ ഡോണ്ട് ഹാവ് ഫംഗ്ഷൻ ടുമോറോ. അവർക്കിന്ന് കളിയില്ല. They don't have match today. They don't have match today. ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ don't have അല്ലെങ്കിൽ doesn't have. ഉണ്ട് എന്ന് പറയാൻ have അല്ലെങ്കിൽ has. ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാസും ഹാവും ഉപയോഗിക്കുക. ഇപ്പം രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഉണ്ട് എന്ന് പറയാൻ എന്താ പറഞ്ഞത്? എനിക്ക് കാറുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ കാർ. എനിക്ക് കാർ ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ കാർ. അവൾക്ക് കാറുണ്ട് എന്ന് പറയാൻ ഷീ ഹാസ് എ കാർ. അവൾക്ക് കാർ ഇല്ല എന്ന് പറയാൻ ഷീ ഡസ് നോട്ട് ഹാവ് എ കാർ. അവൾക്ക് ഇന്ന് മീറ്റിംഗ് ഇല്ല എന്ന് പറയാൻ ഷീ ഡസ് നോട്ട് ഹാവ് മീറ്റിംഗ് ടുഡേ. യു അണ്ടർസ്റ്റാൻഡ്? ഇനി ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്താ പറയാ? ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഹാസും ഹാവ് ഉപയോഗിച്ചത്. ഈ ഹാസിൻ്റെയും ഹാവിൻ്റെയും നേരെ പാസ്റ്റ് ആണ് എന്ത്? ഹാഡ് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹാസും ഹാവും പ്രസന്റിൽ രണ്ടെണ്ണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഒറ്റൊന്നാണ്. അപ്പോൾ നമുക്ക് ഏത് സബ്ജക്റ്റുകളുടെ കൂടി എന്ത് ഉപയോഗിക്കാം? ഹാഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉണ്ടായിരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? ഹാഡ് കൊടുക്കുക. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മളിപ്പോൾ പറയാണ് അവൾക്ക് ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവൾക്ക് ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതെങ്ങനെ പറയാം? ഷീ ഹാഡ്. പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരേണ്ടത് ഈ ഹാഡാണ്. ഷീ ഹാഡ് ഗസ്റ്റ് യെസ്റ്റർഡേ. അപ്പോൾ നമ്മൾ പറയില്ല അവൾക്ക് ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത്, അതുകൊണ്ടാണ് അവൾ അതിൽ പങ്കെടുക്കാതിരുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ ഷീ ഹാഡ് ഗസ്റ്റ് യെസ്റ്റർഡേ. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇന്നലെ. ഐ ഹാഡ് എ ഫംഗ്ഷൻ യെസ്റ്റർഡേ. ഇതൊക്കെ പാസ്റ്റ് ആണ് കേട്ടോ. ഹാഡ് വെക്കുന്നതൊക്കെ പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസ് അതിൻ്റെ ടെൻസ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സിമ്പിൾ പാസ്റ്റ് എന്ന് അതിന് പറയാം. ഓക്കെ. സോ ഐ ഹാഡ് എ ഫംഗ്ഷൻ യെസ്റ്റർഡേ. അല്ലെങ്കിൽ അവർക്ക് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ പറയാം? അവർക്ക് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ദേ ഹാഡ് ആൻ ഇൻ്റർവ്യൂ യെസ്റ്റർഡേ. എൻ്റെ ഫ്രണ്ടിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആരാ സബ്ജക്റ്റ്? മൈ ഫ്രണ്ട് ആണ്. സോ മൈ ഫ്രണ്ട് ഹാഡ്. മൈ ഫ്രണ്ട് ഹാഡ് സം ഇഷ്യൂസ്.
മൈ ഫ്രണ്ട് ഹാഡ് സം ഇഷ്യൂസ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാഡ് ഉപയോഗിക്കാം. ഉണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താണ് പറഞ്ഞത്? ഹാസും ഹാവും. ഇല്ല എന്ന് പറയാൻ നമ്മൾ എന്താ പറഞ്ഞത്? ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്, അല്ലെ? ഡു നോട്ട് ഹാവ് അല്ലെങ്കിൽ ഡസ് നോട്ട് ഹാവ്. ഇനി ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഹാഡ് ആണ് പറഞ്ഞത്, അല്ലെ? ഏത് സബ്ജക്റ്റുകളുടെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാഡ് ഉപയോഗിക്കാം. ഇനി ഇതേ സംഗതി നമ്മൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. വാട്ട്സ് ദാറ്റ്? ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമ്മൾ ഡിഡിൻ ഹാവ് എന്നാ പറയാം, അല്ലെങ്കിൽ ഡിഡ് നോട്ട് ഹാവ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോഴാണ് ഇങ്ങനെ ഡിഡിൻ അല്ലെങ്കിൽ ഡിഡ് നോട്ട് ആയിട്ട് വരുന്നത്. സോ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഡിഡിൻ ഹാവ്, ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്? ഡിഡിൻ ഹാവ് എന്ന് പറയുന്നത്. ഹാഡ് നോട്ട് അല്ല കേട്ടോ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാം. ഐ ഹാഡ് ഇൻ ക്ലാസ് എന്നല്ല നമ്മൾ പറയാ, അല്ലെങ്കിൽ ഷീ ഹാഡ് ഇൻ ക്ലാസ് എന്നല്ല പറയാ, ഡിഡിൻ ഹാവ് എന്നാണ് പറയാ. വാട്ട്സ് ദാറ്റ്? ഡിഡിൻ ഹാവ്. അപ്പോൾ അവൾക്ക് ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നു. എങ്ങനെ പറയാ? ഷി ഡിഡിൻ ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. അവർക്ക് ഇന്നലെ ഗസ്റ്റ് ഇല്ലായിരുന്നു. ദേ ഡിഡിൻ ഹാവ് ഗസ്റ്റ് യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ഒരു പരിപാടി ഇല്ലായിരുന്നു. എങ്ങനെ പറയാ? ഐ ഡിഡിൻ ഹാവ് എനി പ്രോഗ്രാം യെസ്റ്റർഡേ. ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടിയും ഇല്ലായിരുന്നു. എങ്ങനെ പറയാ? വി ഡിഡിൻ ഹാവ് എനി പ്രോഗ്രാം ലാസ്റ്റ് വീക്ക്. യു അണ്ടർസ്റ്റാൻഡ്? സോ ഈ 4 കാര്യങ്ങളും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? ഉണ്ട്. ഇപ്പോൾ സബ്ജക്റ്റിന് ശേഷം ഹാസോ അല്ലെങ്കിൽ ഹാവോ. ഐ ഹാവ്, ഷീ ഹാസ്. ഇല്ല, ഐ ഡോണ്ട് ഹാവ്, ഷീ ഡസ് നോട്ട് ഹാവ്. ഉണ്ടായിരുന്നു, ഐ ഹാഡ്, ദേ ഹാഡ്, ഷീ ഹാഡ്. ഏത് സബ്ജക്റ്റുകളുടെ കൂടി? ഇല്ലായിരുന്നു. പാസ്റ്റിൽ നെഗറ്റീവ്. എങ്ങനെ പറയാ? ഐ ഡിഡിൻ ഹാവ്, ഷീ ഡിഡിൻ ഹാവ്, ദേ ഡിഡിൻ ഹാവ്. ഇത് മനസ്സിലായോ? കഴിയുക എന്ന് പറയാൻ, പ്രാപ്തിയെ കാണിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വേർഡാണ് ക്യാൻ എന്നുള്ളത്. അപ്പോൾ എനിക്ക് കഴിയും എന്ന് പറയാനാണ് ഐ ക്യാൻ. എന്തും നമ്മൾ കഴിയും എന്ന് പറയാൻ ഐ ക്യാൻ. ഓക്കെ? നേരത്തെ പറഞ്ഞ പോലെ ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയും. അത് നിങ്ങളുടെ ആ ഒരു കഴിവിനെയാണ് കാണിക്കുന്നത്. ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ്. ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ദേ ക്യാൻ കം ടുമോറോ. അവർക്ക് നാളെ വരാൻ കഴിയും, പറ്റും എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ ഇത് ക്യാൻ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിയുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്യാൻ ഉപയോഗിക്കാം. വി ക്യാൻ ഹെൽപ്പ് യു. എന്താണ് പറഞ്ഞാൽ? ഞങ്ങൾക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഹെൽപ്പ് യു. ഷീ ക്യാൻ സ്പീക്ക് ഫ്രഞ്ച്. അവൾക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ പറ്റും. കഴിയുക എന്നുള്ളതിന് എന്താണ് പറയുക? ക്യാൻ. ഇതേപോലെ തന്നെ കഴിയില്ല എന്നുള്ളതിന് നമ്മൾ ജസ്റ്റ് ക്യാൻ എന്നുള്ളതിന് ശേഷം എന്ത് ചേർത്താൽ മതി? നോട്ട് ചേർത്താൽ മതി. ഇപ്പോൾ ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. കഴിയില്ല എന്ന് പറയാനോ? ഷീ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഇപ്പോൾ സ്പോക്കണിൽ പറയുമ്പോൾ ഷീ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. യു അണ്ടർസ്റ്റാൻഡ്? ഷീ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ദേ കാൺ കം ടുമോറോ. ഐ കാൺട്ട് ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. കഴിയുക എന്നതിന് ക്യാനും കഴിയില്ല എന്നുള്ളതിന് കാൺട്ട് അല്ലെങ്കിൽ കനോട്ട്. യു അണ്ടർസ്റ്റാൻഡ്? ഇനി കഴിയുക എന്ന് പറയുന്നതും കഴിഞ്ഞില്ല എന്ന് പറയുന്നതും ഡിഫറൻ്റ് ആണ്. എന്താണ് ഈ കഴിഞ്ഞില്ല, കഴിയുക എന്നുള്ളത്? കഴിയുക എന്നുള്ളത് പ്രസന്റ് ആണ്, അല്ലേ? പ്രസന്റിനെ കാണിക്കുമ്പോഴാണ് നമ്മൾ കഴിയുക എന്ന് പറയാം. കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള കുഡാണ്. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? ഐ കനോട്ട് ഗോ എന്നാണോ പറയുക, അതോ ഐ കുഡിൻറ്റ് ഗോ എന്നാണോ? രണ്ടാമത് പറഞ്ഞതാണ്. ഏതാണ്? ഐ കുഡിൻ ഗോ. എന്താ ഐ കുഡിൻ ഗോ എന്ന് പറഞ്ഞാൽ? എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല, പാസ്റ്റിൽ കഴിഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ പ്രസന്റിൽ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ കാൺട്ട് ഗോ ദെയർ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ കാൺട്ട് ഗോ ദെയർ ആൻഡ് ഐ കുഡിൻ ഗോ ദെയർ? ഐ കുഡിൻറ്റ് ഈസ് പാസ്റ്റ്, ഐ കാൺട്ട് ഈസ് പ്രസന്റ്. യു അണ്ടർസ്റ്റാൻഡ്? ഷീ കുഡ് നോട്ട് ഹെൽപ്പ് അതേഴ്സ്. അവൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഷീ കുഡിൻറ്റ് ഹെൽപ്പ് അതേഴ്സ്. വി കുഡിൻറ്റ് റീച്ച് ദെയർ ഇൻ ടൈം. ഞങ്ങൾക്ക് അവിടെ സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. കഴിഞ്ഞില്ല ആൻഡ് കഴിയില്ല. കഴിയില്ല എന്നുള്ളത് പ്രസന്റും കഴിഞ്ഞില്ല എന്നുള്ളത് പാസ്റ്റും ആണ്. ഓക്കെ?
അടുത്തത് ആയിരുന്നു എന്ന് പറയാനാണ്. ആയിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? വാസും വേറും. വാട്ട് ഈസ് ഇറ്റ്? വാസ് ആൻഡ് വേർ. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, രണ്ട് സബ്ജക്റ്റുകളുടെ കൂടെയാണ് ഉപയോഗിക്കുക, സിംഗുലറിൻ്റെയും പ്ലൂറലിൻ്റെയും കൂടെയാണ് ഉപയോഗിക്കുക. ഞാൻ ഇന്നലെ ക്ലാസ്സിലായിരുന്നു. അതെങ്ങനെ പറയാം? ഐ വാസ് ഇൻ ക്ലാസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ക്ലാസ്സിലായിരുന്നു. ഐ വാസ് ഇൻ ക്ലാസ് യെസ്റ്റർഡേ. അവർ ഇന്നലെ തിരക്കിലായിരുന്നു. അതെങ്ങനെ പറയാ? ദേ വേർ. അവിടെ വാസ് അല്ല, ദേ എന്നുള്ള സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക? വേർ ആണ് ഉപയോഗിക്കുക. ദേ വേർ ബിസി യെസ്റ്റർഡേ. ദേ വേർ ബിസി യെസ്റ്റർഡേ. അതൊരു ആക്സിഡന്റ് ആയിരുന്നു. അതെങ്ങനെ പറയാ? ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ഞാൻ കഴിഞ്ഞ മാസം പുറത്തായിരുന്നു, അതായത് മറ്റൊരു രാജ്യത്തായിരുന്നു. അതെങ്ങനെ പറയാ? ഐ വാസ് എബ്രോഡ് ലാസ്റ്റ് മന്ത്. ഐ വാസ് എബ്രോഡ് ലാസ്റ്റ് മന്ത്. അപ്പോൾ ആയിരുന്നു എന്ന് പറയാൻ എന്താണ്? വാസ് അല്ലെങ്കിൽ വേർ. യു അണ്ടർസ്റ്റാൻഡ്? ഇതിൻ്റെ നേരെ നെഗറ്റീവ് ആണെന്ത്? വാസ് നോട്ട്, വേർ നോട്ട്. ഇപ്പോൾ ഞാൻ ബിസി ആയിരുന്നില്ല അങ്ങനെ പറയില്ലേ? അപ്പോൾ എങ്ങനെ പറയാ? ഐ വാസ് നോട്ട് ബിസി. അവൾ ബിസി ആയിരുന്നില്ല. ഷീ വാസ് നോട്ട് ബിസി. അത് ആക്സിഡൻ്റ് ആയിരുന്നില്ല. എങ്ങനെ പറയാ? ഇറ്റ് വാസ് നോട്ട് ആക്സിഡൻറ്റ്. അവരെൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നില്ല. എങ്ങനെ പറയും? ദേ വേർ. അവിടെ ദേ ആണ് അല്ലേ? സോ വേർ. ദേ വേർ നോട്ട് മൈ ഫ്രണ്ട്സ്. അപ്പോൾ സ്പോക്കണിൽ പറയുമ്പോൾ ദേ വേർ ഇൻറ്റ് മൈ ഫ്രണ്ട്സ്. ദേ വേർ നോട്ട്, ദേ വേർ ഇൻറ്റ് മൈ ഫ്രണ്ട്സ്. അതൊരു പെട്ടെന്നുള്ള അക്രമമായിരുന്നു. എങ്ങനെ പറയാം? ഇറ്റ് വാസ് എ സഡൻ അറ്റാക്ക്. പെട്ടെന്ന് എന്ന് പറയുമ്പോൾ സഡൻ അല്ലേ? ഇറ്റ് വാസ് എ സഡൻ അറ്റാക്ക്. അത് പെട്ടെന്നുള്ള അക്രമമായിരുന്നില്ല. എങ്ങനെ പറയും? ഇറ്റ് വാസ് നോട്ട് എ സഡൻ അറ്റാക്ക്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഐ വാസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഐ വാസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അങ്ങനെ ഇത് ശ്രദ്ധിക്കാട്ടോ. ഞാൻ വന്നത് എന്ന് പറയാണ്. സിംപിളി ഞാൻ വന്നത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ്. നിങ്ങൾ എങ്ങനെ പറയാം? ഈ വന്നത് എന്നത് കാണിക്കാനാണ് ഐക്ക് ശേഷം കെയിം ടു. വാട്ട്സ് ദാറ്റ്? കെയിം ടു. അപ്പോൾ കെയിം ടു എന്നുള്ള ഒരു യൂസാണ്. സോ ഐ കെയിം ടു. ഞാൻ വന്നത് എന്തിനാണ്? ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ്. ഐ കെയിം ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ. അപ്പോൾ വന്നത് എന്ന് പറയാനാണ് കെയിം ടു. അത് സബ്ജക്റ്റുകൾക്ക് ശേഷം വെക്കുക. അപ്പോൾ അവള് ഞങ്ങളെ കാണാൻ വന്നതാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഷീ കെയിം ടു മീറ്റ് അസ്. അപ്പോൾ കെയിം ടുവിന് ശേഷം ആ ആക്ഷൻ എന്താണോ അത് കൊടുക്കുക. ഷീ കെയിം ടു മീറ്റ് അസ്, അല്ലെങ്കിൽ ഷീ കെയിം ടു മീറ്റ് മീ. ഞങ്ങൾ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്നതാണ്. വി കെയിം ടു എൻജോയ് ദ വെക്കേഷൻ, അല്ലെങ്കിൽ വി കെയിം ടു സെലിബ്രേറ്റ് ദ വെക്കേഷൻ. അവൾ ആരെയോ കാണാൻ വന്നതാണ്. ഷീ കെയിം ടു മീറ്റ് സം വൺ. ഷീ കെയിം ടു മീറ്റ് സം വൺ. സോ ദാറ്റ്സ് ഓൾ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടുള്ള സെൻറ്റൻസുകളുടെ മലയാളം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ ചെയ്തതിന് ശേഷം ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. സംസാരിച്ച് 1-on-1 സ്പീക്കിംഗ് പ്രാക്ടീസുകളാണ് ട്രെയിനറുടെ കൂടെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ, ഇംഗ്ലീഷ് ഭാഷയിലെ ഫ്ലുവൻസി നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. പിന്നെ അതോടൊപ്പം മറ്റ് ഞങ്ങൾക്ക് കോഴ്സുകളുണ്ട്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് സംസാരിച്ച് വീഡിയോകൾക്കൊപ്പം തന്നെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള കോഴ്സുകളുണ്ട്. അത് ഏറ്റവും ചെറിയൊരു എമൗണ്ടിന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. Practice well. I hope you have enjoyed this lesson. So I'll be coming back again with another useful lesson. Till then, bye-bye.